ഹലോ ഫ്രണ്ട്സ്, മുക്താണ്. ഒരു 6 മാസം മുമ്പ് ഞാൻ ഈ ഒരു ഗോഡൗണിലേക്ക് വന്നപ്പോൾ നല്ലൊരു ഓഫർ ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കാരണം അതേപോലെ തന്നെ 2 വർഷത്തെ വാറന്റി ഒക്കെ കിട്ടുന്ന ഒരുപാട് കാറുകളുണ്ട്. അതൊക്കെ അവിടെ കട്ടെ. സാൻഡ്രോ സിംഗ് വരുന്നുണ്ട്. 5 വർഷത്തെ പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. 2009 മോഡലാണ്. ഫൈനൽ എത്ര കൊടുക്കുക? 90 രൂപ കൊടുക്കാം. 90 രൂപ കൊടുക്കുക. വണ്ടിനെ വൃത്തി വെക്കും, നല്ല നീറ്റ്. മോനെ ഒന്ന് കാണിച്ചു കൊടുക്കുക, ഇന്ത്യയിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. 2009 ആണ്. 5 വർഷത്തെ പേപ്പർ എടുത്തിട്ട് 90 രൂപ തരാൻ പോകുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് ഒരു റെഡ് കളർ ഐറ്റം വേണം, അത് നല്ലൊരു ഓഫർ. 2018 ആണ്. 2 വർഷത്തെ വാറന്റി കൊടുത്തോളൂ. 2 വർഷത്തെ വാറന്റി ഉൾപ്പെടെ ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 82,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താ? ഇല്ല. ലാസ്റ്റ് 3,85,000 കഴിഞ്ഞിട്ടില്ല. ഐറ്റം എന്തെങ്കിലും വേറൊരു കളർ, സിൽവർ കളർ തരാം. സിൽവർ ഏതാ മോഡൽ വരുന്നത്? അതും സ്പോർട്സ് ഓപ്ഷൻ എന്ന് പറയുന്ന ബട്ടൺ സ്റ്റാർട്ടിലും വരുന്ന വണ്ടിയാണ്. 2015 സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 83,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താ? ഇല്ല. ഓക്കെ, ഇതിന്റെ മോൾ ഇട്ട പ്രൈസ് ഇതാ 3,70,000. സ്പെഷ്യൽ റേറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കടാ. ആ പ്രൈസ് കാണിച്ചു കൊടുക്ക്. 3,70,000 ആണ് ഇതിന്റെ മോൾ ഇട്ട പ്രൈസ്. ലാസ്റ്റ് 3,20,000. 3,20,000 നമുക്ക് സാധനം കൊടുക്കാം. അതെ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു അയോൺ അല്ല ഇയോണ്. ഓക്കെ, ഇയോൺ ഏതാ മോഡൽ വരുന്നത്? ഇയോണ് 2017 രജിസ്ട്രേഷൻ. 2017 രജിസ്ട്രേഷൻ. ഓൺഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 62,000 കിലോമീറ്റർ ഓടി. ഏതാ ഓപ്ഷൻ വരുന്നത്? റീപ്ലേസ് ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടി. ലാസ്റ്റ് 2,45. ഇത് 1 ഇയർ റോഡ് അസിസ്റ്റന്റ് കൊടുക്കൂലേ? 1 ഇയർ റോഡ് അസിസ്റ്റൻസ് കൊടുക്കാം. ഓക്കെ, 2,45. ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത മോഡലുണ്ട്. അടുത്ത് നിസാന്റെ ഒരു വണ്ടി ഉണ്ട്. കാരണം എന്താ, ഞാനിങ്ങനെ മൊത്തത്തിൽ കാണിച്ചു പോവാണ്. നിസാന്റെ ടെറാനോ ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 XP. 2017 XP ഫുൾ ഓപ്ഷൻ. അതെ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 73,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് 4 ടയറും പുതിയതാണ്. പുതിയ ഇൻഷുറൻസും ആണ്. 5,90 കൊടുക്കാം. 5,90 കൊടുക്കാം. ലാസ്റ്റ് 5,90. മാക്സിമം ലോൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന വോൾസാന്റെ വെന്റോ ഏതാ മോഡൽ വരുന്നത്? ഇത് 2016-17 രജിസ്ട്രേഷൻ. 16-17 രജിസ്ട്രേഷൻ. ഡീസൽ ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1,15. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് 4,60. 4,60,000. ഞാൻ അടുത്തൊരു ഐറ്റം കാണിച്ചതാ. ആ കേട്ടൻ ഏതാ മോഡൽ വരുന്നത്? കേട്ടൻ 2018 കേട്ടന്. ഓൺഷിപ്പ് ആരത്? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 83,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് 3,20. 3,20,000. മാക്സിമം ലോൺ ചെയ്തു. ഓക്കെ, ഇത് കൂടാതെ അടുത്ത ഓഫർ എന്താ അറിയോ? ഓണം സ്പെഷ്യൽ ഓഫറാണ്. ഓഗസ്റ്റ് 15 തൊട്ടിട്ട് സെപ്റ്റംബർ 15 വരെയുള്ള പർച്ചേസിനൊക്കെ ലക്കി ഡ്രോ വിന്നർ ആയിട്ട് സെലക്ട് ചെയ്യും. ഇനി അതേപോലെ തന്നെ വേറെ എന്താണ്? ഫുൾ ടാങ്ക് ഫ്യൂവൽ ഫ്രീ ആണ്. പിന്നെ ഡോക്യുമെന്റേഷൻ ചാർജ് നമ്മൾ ഫിനാൻസ് ചാർജസ് ഉണ്ട്, അത് ഫ്രീ ആണ്. വേ ഓഫ് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്പോട്ട് അപ്രൂവൽ ആണ്. ഇതൊക്കെ 2 വർഷം വാറന്റി ഉള്ള വണ്ടികൾക്ക് മാത്രമല്ല. അതെ. ഈ ഓഫർ ആരും മിസ്സാക്കണ്ട മോനെ. വാഗണർ ഏതാ മോഡൽ വരുന്നത്? വാഗണർ ഓട്ടോമാറ്റിക്. ഏതാ മോഡൽ വരുന്നത്? 2018. VXC ആണ്. LXC അല്ല, VXC ആണ്. ഓൺഷിപ്പ് 36,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ്. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് 4,60,000. 4,60,000. ഇനി ഒന്നും കുറയാണ്ടോ? നെഗറ്റീവ് ആണോ? കസ്റ്റമർ വന്ന് നോക്കിയേക്കാൻ നമുക്ക് കുറച്ച് നമ്മളിപ്പോ പറഞ്ഞ പൈസ നോക്കണ്ട. ബാക്കി കുറയ്ക്കൽ നിങ്ങളെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ കുറപ്പിച്ചോണ്ടി. പിന്നെ 2012 ശേഷമുള്ള വണ്ടിയാണെങ്കിൽ 2 വർഷത്തെ വാറന്റി കൊടുക്കാം. പിന്നെ റോഡ് അസിസ്റ്റന്റ് എന്തായാലും ഫ്രീ ആണ്. കാർബൺ ബൈക്ക് നല്ല മഹീന്ദ്രന്റെ കാർബൺ ബൈക്ക് എന്നാണ്. ഉള്ള വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീനില് ഒരുപാട് ചെക്കിംഗ് പോയിന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ 2 വർഷത്തെ വാറന്റി ഉണ്ട്. അതും കൂടെ ശ്രദ്ധിക്കണേ. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ആൾട്ടോ ഏതാ മോഡൽ വരുന്നത്? 2018. LXI. അതെ. ഓൺഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പാ. കിലോമീറ്ററോ? 29,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് എന്താണ്ടോ? ഇതിന് റീപ്ലേസ് ഒന്നുമില്ല. ഫൈനൽ പ്രൈസ് എത്ര? 2,95. ഓക്കെ, ഈ സ്വിഫ്റ്റോ? ഡീസലോ പെട്രോളോ? ഡീസൽ. ഓൺഷിപ്പ്? സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,32 ആണ്. 1,32. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഫൈനൽ പ്രൈസ് എത്ര? 2,45. ഏതാ മോഡൽ പറഞ്ഞേ? 2011 VDI. 2011 ഡീസൽ 2,40. അതെ. ഓക്കെ, ഇനി മഹീന്ദ്രന്റെ XUV ഏതാ മോഡൽ? ഓപ്ഷൻ W10 ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്കാ? അല്ല. ഇത് മാനുവൽ ആണ്. ഓൺഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,17. റീപ്ലേസ് എന്താണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? ഇതിന് 6,20. 6,20,000. മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാം. അതെ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ജാസ് ഏതാ മോഡൽ വരുന്നത്? ജാസ് ഇത് വരുന്നത് 2019 മോഡൽ. 2019 ജാസ് ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് VX. ഓൺഷിപ്പ്?
ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 73,000 കിലോമീറ്റർ. റീപ്ലേസ് തന്നോ? ഇല്ല ഇല്ല, എത്ര? ഇത് 5:30. 5:30 കൊടുക്കാം. ഓക്കെ. ഡിസൈറോ? ഡിസൈർ അത് 2010 അത് പേപ്പർ എടുത്തിട്ട് കൊടുക്കുന്ന വണ്ടിയാണ്. 2010 പുതിയ പേപ്പർ എടുത്തിട്ട്. ഡീസൽ അല്ലേ? അതെ അതെ, ഡീസൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ്. പണ്ട് ഡോക്ടർ യൂസ് ആളെ പറ്റിക്കാൻ ഇപ്പൊ പരിപാടി ഒന്നും ഇല്ല കേട്ടോ. 1.15. 1.15. റീപ്ലേസ് തന്നോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് പൈസ 2.25. 2,20,000. RXT 2021 പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വണ്ടിയാണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 560. 560. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. 560 ലാസ്റ്റ് ഫൈനലായിട്ട് കൊടുക്കാം. 2 ഇയർ വാറണ്ടി കൊടുക്കാം. 2 വർഷത്തെ വാറണ്ടി കൊടുക്കാം. ഓക്കെ. ഈ ഒരു i20 ഡീസൽ ആണ്. 2019. 2019 ഡീസൽ. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്ററോ? 70,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് ഒന്നുണ്ടോ? ഇല്ല ഇല്ല. ആസ്റ്റ ഓപ്ഷൻ ഓപ്ഷനിൽ 6 എയർ ബാഗ് വരുന്നുണ്ട്. 6 എയർ ബാഗ് അടക്കം. എത്ര റേറ്റ് വരുന്നത്? 590. 590. ഓ, ഇനിയിപ്പോ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നതാണ് ഈ ഒരു സെൽറ്റോസ്. ഒരു ഫേവറേറ്റ് വണ്ടിയാണ് കിയാന്റെ സെൽറ്റോസ്. ഏതാ മോഡൽ വരുന്നത്? അത് 2020 ആണ്. HTX പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ്. സൺറൂഫ് എല്ലാം വരുന്ന വണ്ടി. ഫുൾ ഓപ്ഷന് തൊട്ട് താഴെയാണെന്ന് തോന്നുന്നു. ഇത് വരുന്നത് 1090. 1090. സിംഗിൾ ഓണർഷിപ്പ്. 90,000 കിലോമീറ്റർ. കമ്പനി വാറണ്ടി ഇപ്പോഴും റണ്ണിങ്ങിലാണ്. റീപ്ലേസ് ഉണ്ടോ? ഇല്ല ഇല്ല, റീപ്ലേസ് ഇല്ല. കമ്പനി വാറണ്ടി ഇപ്പൊ എത്ര വർഷം ഉണ്ട്? ഇനിയിപ്പം ഈ വർഷം കൂടിയുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ അടുത്തത് അതേപോലത്തെ ഒരു സാധനമാണ് ക്രെറ്റ നമ്മൾ വരുന്നത് 2019 SX ഓപ്ഷൻ പെട്രോൾ ആണ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,02,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? ഇല്ല ഇല്ല, ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 825. 825. 840 അല്ലേ പറഞ്ഞത്? ഇല്ല, അത് നമുക്ക് ഏതായാലും 20,000 കുറച്ച്. 825. അതെ അതെ. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ കിഡ് നമ്മൾ വരുന്നത് കിഡ് RXT ഓപ്ഷൻ 2019 മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പ്. 63,000 കിലോമീറ്റർ. 375. റീപ്ലേസ് ഒന്നുണ്ടോ? ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. 375. റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല ഇല്ല. ഓക്കെ. ഈ ഒരു ക്ലൈംബറോ? അതും ക്യുഡ് ഓട്ടോമാറ്റിക് തന്നെയാണ്. 2018 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ്. 69,000 കിലോമീറ്റർ. 325. 3,20,000. മാക്സിമം ലോൺ മാക്സിമം ലോൺ ചെയ്തു. മാക്സിമം ലോൺ ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് ഈ ഒരു കുട്ടിപ്പട്ടാളം ഇതെങ്ങനെ ഡീറ്റെയിൽസ്? നാനോ നാനോ XT 2015. 46,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഒരു കുഴപ്പമില്ല. 1.35. 1.35. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് i20 ഏതാ മോഡൽ വരുന്നത്? i20 വരുന്നത് 2015. സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി. 61,000 കിലോമീറ്റർ. സ്പോർട്സ് പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് വരുന്നത്. സ്പോർട്സ് ആൻഡ് പ്ലസ്. അതെ അതെ. 4,25. 4,20,000. ഇന്ത്യക്ക് ഏതാ മോഡൽ വരുന്നത്? ഇന്ത്യക്ക് കൊടുക്കാൻ. ഓക്കെ. ഇന്ത്യക്ക് കൊടുക്കാനുള്ളതല്ല, കച്ചവടം ആയതാന്ന് തോന്നുന്നു. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന ഈ ഒരു i20 ഇത് 2020 മോഡൽ. 2020 മോഡൽ. ഓൺഷിപ്പ്? അത് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 85,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ക്ലീൻ വണ്ടി. ലാസ്റ്റ് ഫൈനൽ 2020 അല്ലേ പറഞ്ഞത്? അതെ അതെ. എത്ര കിലോമീറ്റർ പറഞ്ഞത്? 85,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 610. പെട്രോൾ ഡീസലോ? പെട്രോൾ. 685. 610. ഓക്കെ. ഈ ഒരു i20 ഈ ഒരു i20 ഡീസൽ ആണ് വരുന്നത്. 2021 ആണ്. 2021. ഓൺഷിപ്പ്? സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്. 30,000 കിലോമീറ്റർ ഓടിയുള്ളൂ. റീപ്ലേസ് ഒന്നുണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇതിന് വരുന്നത് 855. പെട്രോൾ വരുന്നത്? ഡീസൽ. 855. ഓക്കെ. നെക്സ്റ്റ് വരുന്ന ഈ ഒരു കിഡ് പോയി പ്രാവശ്യം ഒരുപാടുണ്ടല്ലോ ഇവിടെ. ക്യുഡ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം മൂവ്മെന്റ് ഉള്ള വണ്ടിയാണ്. നല്ല സെയിൽ നടക്കുന്ന വണ്ടിയാണ് ക്യുഡ്. ഓക്കെ. ഈ കിഡ് അത് മാനുവൽ ആണ്. 2020 RXL എന്ന് പറയുന്ന വേരിയന്റ്. സിംഗിൾ ഓൺഷിപ്പിലെ വണ്ടി. 33,000 കിലോമീറ്റർ ഓടിയത്. 325. 325 കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് i10 പെട്രോള്. നിയോസ് ആണ് വരുന്നത്. മാഗ്ന പറയുന്ന ഓപ്ഷൻ 2021. സിംഗിൾ ഓൺഷിപ്പ്. 48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ. സെക്കൻഡ് റീപ്ലേസ് ഒന്നുമില്ല. സെക്കൻഡ് ഓൺഷിപ്പ്. ജാസ് പെട്രോൾ വേരിയന്റ് ആണ്. അത് 1.2 SV. 2017 മോഡല്. സിംഗിൾ ഓൺഷിപ്പ്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 465. 4,65,000. ഓക്കെ. ഞാൻ അതേപോലെ നെക്സ്റ്റ് ലാസ്റ്റ് ഈ സെലറി ഏതാ? ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ആണ്. സെലറി എന്ന് കാണുമ്പോൾ തന്നെ മൈൻഡിൽ വരുന്നത് ഓട്ടോമാറ്റിക് ആണ്. കാരണം ഏറ്റവും കൂടുതൽ ചെറിയ വണ്ടി ഓട്ടോമാറ്റിക് എടുക്കുന്ന ഡീറ്റെയിൽസ്. 2017 ZXi ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 415. 4,15,000. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ. നമുക്ക് പുറത്തേക്ക് പോകാൻ. അതെ. ഈ നെക്സ്റ്റ് വന്ന ഈ ഒരു i20 ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇതും സിംഗിൾ ഓണർ ആണ്. ഏതാ മോഡലാണ്? പുഷ് ബട്ടൺ സ്റ്റാർട്ട്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷെ വെറും 3 ലക്ഷം രൂപയുള്ളൂ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. മാക്സിമം എത്ര ലോൺ കയറും?
മാക്സിമം നമുക്ക് 90% ലോൺ എടുക്കാം. അതായത് 30,000 ഉണ്ടെങ്കിൽ കേട്ടൻ ഐറ്റം ഇവിടെ നടക്കാം. അതെ അതെ അതെ. ഓക്കെ, ഈ കിഡ് ഏതാ മോഡൽ വരുന്നത്? ഇത് കിഡ് വരുന്ന ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് 2018 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇത് RXT എന്ന് പറയുന്ന വേരിയന്റ്, RXT ഓപ്ഷൻ. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? അത് 43,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? 340. 340. ഇനി എന്താ നെഗോഷ്യബിൾ ആണോ പ്രൈസ്? ചെറുതായിട്ട് എന്തെങ്കിലും കസ്റ്റമർ നമുക്ക് കുറച്ച് കൊടുക്കാം തീർച്ചയായും. ഓക്കെ, ഇത് വാറന്റി വരുന്ന ടൈപ്പ് അല്ലേ? അതെ, വാറന്റി 2 വർഷത്തെ വാറന്റി ഉൾപ്പെടാണ് തരാൻ പോകുന്നത്. ഓക്കെ, ഈ കിഡ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2023 ആണ്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ, എല്ലാം ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. ഇതിന് വരുന്നത് 460. 460 RXT 460 2023 അല്ലേ? അതെ അതെ, സിംഗിൾ ഓണർഷിപ്പ്. 2 വർഷത്തെ വാറന്റി. കമ്പനി വാറന്റി ഉണ്ടാവല്ലോ ബാക്കി? ഇതിന് കമ്പനി വാറന്റി ഉണ്ട്. എത്ര വർഷം വാറന്റി ഉണ്ട്? ഇതിനിപ്പോ നമുക്ക് ഇനി 3 വർഷം കൂടി ഉണ്ട്. 3 വർഷം കൂടി കമ്പനി വാറന്റി ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലൈംബർ അല്ലേ? ഇത് ക്ലൈംബർ. ഏതാ മോഡല്? ഇത് 2023 സിംഗിൾ ഓണർ, 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 19,000 കിലോമീറ്റർ 2023 തന്നെ. കമ്പനി വാറന്റി ബാക്കി നിൽക്കുക വണ്ടി. ഫുൾ ഓപ്ഷൻ അല്ലേ? RXT? അതെ അതെ, ഫുൾ ഓപ്ഷൻ ആണ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്താണ്ടോ? ഇല്ല ഇല്ല, റീപ്ലേസ്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 470. 4,70,000 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ടിയാഗോ 2019 സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി, 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ ഓപ്ഷൻ ആണ്. എക്സെറ്റ് 2014 മോഡൽ അല്ലേ? 2019 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്. അതെ അതെ, 42,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. റീപ്ലേസ് എന്താണ്ടോ? ഇല്ല, റീപ്ലേസ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് എക്സെറ്റ് 1.2 മാനുവൽ 1.2 ആണ്, മാനുവൽ ആണ് വരുന്നത്. പ്രൈസ് ആണ് ഫൈനൽ പ്രൈസ് 380. 3,80,000 മാക്സിമം ലോൺ. ഓക്കെ, ഈ ഒരു ഹോണ്ട സിറ്റിയോ? ഇത് ഹോണ്ട സിറ്റി 2010 മോഡലാണ്. റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാണ്. 5 വർഷത്തെ പുതിയ പേപ്പർ എടുത്തതാണ്. അതെ, 5 വർഷത്തെ പുതിയ പേപ്പർ എടുത്താണ്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. എത്ര കിലോമീറ്റർ? 85,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഡീസൽ അല്ലേ വരുന്നത്? അതെ, ഡീസൽ അല്ല, ഡീസൽ അല്ല, ഇത് പെട്രോൾ ആണ്. റീപ്ലേസ് എന്താണോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 270. 2,70,000 രൂപ ലോണ്. ലോണ് കിട്ടാൻ ചാൻസ് കുറവാണല്ലേ? അതെ അതെ. ഓക്കെ, മൈതന്റെ XUV ഏതാ? W10 ഓട്ടോമാറ്റിക്കാ വരുന്നത്. W10 ഓട്ടോമാറ്റിക്. ഏതാ മോഡൽ വരുന്നത്? 2017 മോഡല്. ഡീസൽ, സെക്കൻഡ് ഓണർഷിപ്പ്, ഓട്ടോമാറ്റിക് വേരിയന്റ്. ഓട്ടോമാറ്റിക് വേരിയന്റ്. റീപ്ലേസ് എന്താണോ? ഇതിന് പറയുന്ന പ്രൈസ് 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1090. 1090 മാക്സിമം ലോണ്. മാക്സിമം ലോൺ ചെയ്യാം. 10 റുപ്യക്ക് മേലെ ലോൺ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഒരു ബ്ലാക്ക് കാറ്റ് XUV തന്നെ. XUV 300. 300. അതെ അതെ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ. 21 രജിസ്ട്രേഷൻ. അതെ അതെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1,00,000 കിലോമീറ്റർ ഓടിയുണ്ട്. എന്താ ഇന്റീരിയർ ഒക്കെ പാട്? നല്ല ഇന്റീരിയർ ഒക്കെ കുഴപ്പമൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒന്നുകൂടി വേണമെങ്കിൽ കസ്റ്റമർക്ക് നമുക്ക് മൊഞ്ചാക്കി ഒന്നും കൊടുക്കാം. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് വരുന്നത് 710. 7,10,000 രൂപ മാക്സിമം ലോൺ. അതെ അതെ, മാക്സിമം ലോൺ. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് നമ്മള് നാഷണൽ ഹൈവേ തന്നെയാണ്. ദേശാഭിമാനി നമ്മള് പുതിയൊരു കണ്ണൂർ എന്ന് പറയണോ? കണ്ണൂരാണ്. നമ്മള് വരുമ്പോ പുതിയൊരു ഭാഗത്ത് നിന്ന് വരുമ്പോ ദേശാഭിമാനി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. നമ്മള് അങ്ങ് കണ്ണൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ നമ്മള് വീർ മഹീന്ദ്രന്റെ ഷോറൂം കഴിഞ്ഞിട്ട് ആ സെയിം സൈഡിൽ തന്നെ വരും. ഓക്കെ, അതായത് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 4.5 കിലോമീറ്റർ മാത്രമായിട്ട്. 4.5 ഇല്ല, ഏകദേശം 2.5-3 കിലോമീറ്റർ ഉണ്ടാവും റെയിൽവേ സ്റ്റേഷൻ. അതെ അതെ, 2.5-3 കിലോമീറ്റർ. കാറും ബൈക്കിന്റെ ഷോറൂമാണ്. അപ്പൊ എന്തായാലും വേഗം പോകുന്നോളി. ഇവരെ നമ്പറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ട.